ഹലോ ഗായ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ പറമ്പിലോട്ട് വരെ വന്നതാണ്. കാര്യം നമ്മൾ ഈയിടെ കുറ്റിയൊക്കെ അടിച്ചിരുന്നല്ലോ, നമ്മുടെ വീട് പണിയാനും അതുകൊണ്ട് കിണറായിരുന്നു ഫസ്റ്റ് പ്ലാനിങ്. കിണർ കുത്താമെന്നായിരുന്നു. പക്ഷേ കിണർ കുത്തുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് വരാനായിട്ട് കുറേ തടസ്സങ്ങൾ കേട്ടോ. അവർ വേറെ കുറേ പണികളൊക്കെ എടുത്തിട്ടേക്കാണ്. അപ്പം അതുകൊണ്ട് ഈ മാസം പകുതി അവസാനം ആ ഒരു ടൈമിൽ അവർ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് കുറ്റിയൊക്കെ ഇവിടെ തന്നെ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാട്ടോ. വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ചേരം ഇരിക്കും. ഇവിടെ കല്ലൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പറമ്പിൽ പണിക്കാർക്ക് വേണ്ടി ഇട്ടാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു. വെച്ചു വേണ്ട ഓരോന്ന് ഇവിടെ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. ഹലോ, കുറ്റിയൊക്കെ ഇവിടെ തന്നെ ഇല്ലേ? കുറ്റിയില്ലെന്ന് ചോദിക്കാൻ കാരണം ഇവിടെ പശുവിനെ കൊണ്ട് കെട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് രണ്ടെണ്ണം അടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. എന്നാലും നമ്മളിവിടെ കെട്ടിയ കയറൊക്കെ ആരോ ഉരുക്കൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ആ കയറില്ല കിടക്കുന്നേ, ഇപ്പുറത്തെ പറമ്പുകാരെടുത്ത് കെട്ടിയത് എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യത്തിന് കിട്ടിയതായിരിക്കും, എന്നിട്ട് തിരിച്ച് കെട്ടാൻ മറന്നു പോയതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് കുറ്റിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. പശുവിനെ കെട്ടുവാണെങ്കിലേ ചില ആൾക്കാർക്ക് അറിയില്ലല്ലോ, ചുമ്മാ അങ്ങനെ കുറ്റി വല്ലതും കുത്തി വെച്ചേക്കുന്ന അങ്ങനെ വല്ലതും വിചാരിച്ചിട്ടാണ്. വെള്ളമുണ്ടോ? വേറെ കിണർ കാണിച്ചു തരാം കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളം അല്ലേ, നല്ല ക്ലിയർ വെള്ളം കേട്ടോ. ഇവിടുത്തെ ചേട്ടന് മറ്റേ കിറ്റാച്ചിയോ JCB അങ്ങനെ എന്തോ സാധനം ഉണ്ട്, പുള്ളി കൊണ്ട് കുത്തി അങ്ങനെ കുത്തിയതാട്ടോ. നമുക്ക് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ചെറിയ കിണറല്ലേ? ഇച്ചിരിയും കൂടെ ചെറിയ, നമുക്ക് അത്ര വലിയ കിണർ വേണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇച്ചിരിയും കൂടെ ചെറിയ കിണറാട്ടോ കുത്തുന്നത്. നല്ല വെള്ളമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, കഴിഞ്ഞ ഇടയ്ക്കുണ്ടല്ലോ ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു, നമ്മൾ കൊണ്ട് നട്ട് വെച്ച ഇഞ്ചി അത് ഉണക്ക് കുറച്ച് സാധനങ്ങൾ അന്ന് കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടില്ലല്ലോ അമ്മ, പിന്നെ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് സത്യം പറഞ്ഞ ഒരു മണ്ടത്തരം പറ്റിയതാട്ടോ. എനിക്കും അമ്മയ്ക്കും. അമ്മ എന്നോട് പറഞ്ഞത് കൊണ്ട് കുഴിച്ചു വയ്ക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ട് കുഴിച്ചു വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കിറ്റാച്ചി വന്നു കേട്ടോ. കിറ്റാച്ചി വന്ന് മണ്ണെടുക്കുകയും ഇവിടെ 2 തെങ്ങിൻ്റെ ഇതേ കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മണ്ണെടുക്കുകയൊക്കെ ചെയ്തപ്പം ഇവിടെ വലിക്കുകയൊക്കെ ചെയ്തു, മണ്ണ് വലിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വലിച്ചപ്പോൾ ഈ സാധനം എവിടെ പോയി എന്നുള്ളത് ഇപ്പം എനിക്കറിയില്ല ഗൈസ്. ഞാൻ കുഴിച്ചു വെച്ചോളം ഇവിടെ ആയിട്ടാണ്, പക്ഷെ ഞാൻ തപ്പിയിട്ടൊന്നും സാധനം അവിടെ ഇല്ല. എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. ഇനി അന്ന് മണ്ണ് കോരി അവിടെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വല്ലതും പോയി. ഇതുവരെ അത് കിളിച്ച് പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്ങാണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ പോയി കിട്ടി. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ടൈമിലൊക്കെ വെള്ളം ഇതിനകത്ത് കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതുകൊണ്ട് കുഴിച്ചു വെച്ചതാണ്. പക്ഷേ സംഭവം എവിടെയോ പോയി കിട്ടി. പറമ്പിൽ വന്ന് നിന്നപ്പോൾ എന്തോ ഒരു മനസ്സുഖം കിട്ടും, എന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു സന്തോഷം. കഴിഞ്ഞ ദിവസം നമ്മളുണ്ടല്ലോ എന്താ പറയുക, കുറ്റി അടിക്കാൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ കാട്ടിൽ വെച്ച് വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് പേരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാണ്ടാട്ടോ കുറേ പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കുള്ള നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തിരക്കും, പിന്നെ വിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് വണ്ടിയെല്ലാം ഓടിച്ച് പകൽ വന്ന് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ വലിയതായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാറില്ല, അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, കിണർ കുത്താണ്ട് സ്ഥാനം കാണാൻ വരും എന്നുള്ളത്, സ്ഥാനം കണ്ടതിൻ്റെ തലേന്ന് വൈകിട്ടാണ് പുള്ളി, അതായത് നല്ല വൈകിട്ടായി, അത്യാവശ്യം വൈകിട്ടായി, പുള്ളി വിളിച്ച് പറയുന്നു ഇങ്ങനെ സ്ഥാനം കാണാനായിട്ട് ഞാൻ വരുവാണ്, നാളെ 7 മണിക്ക് വരും. അപ്പോൾ വിച്ചു ചോദിച്ചു കുറച്ചും കൂടെ സമയം നീട്ടി വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു പിന്നെ രാഹുകാലവും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്, അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തിടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്ന് പറ്റുന്ന മുണക്കൊന്ന് വീശുകയും, അത്യാവശ്യം നല്ല ഉയരത്തിൽ പുല്ല് വളർന്ന് നിൽപ്പുണ്ട്, നമ്മൾ പറ്റുന്ന മുണക്ക് വീശുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നമുക്ക് ചെത്താനായിട്ടുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. കാര്യം നമുക്ക് അന്ന് വൈകിട്ട് തന്നെ കൊടുങ്ങല്ലൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ്, നമ്മൾ ആ ടൈമിൽ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു വെച്ച കാര്യമാണ്. ഞങ്ങൾക്ക് പോകാണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് വന്നൊന്ന് അത്യാവശ്യം ഒന്ന് വീശിയിട്ട് ഞങ്ങളങ്ങ് പോയി ഗൈസ്. അത്യാവശ്യം പുല്ല് പോയി എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ ഇവിടെ വന്നപ്പം ഞങ്ങളിത് ഇവിടെ വെച്ചിട്ട് ഈ ക്ലീൻ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വിളക്ക് വയ്ക്കാൻ പോയത്. അപ്പം ഇത് വന്ന്, അതായത് സ്ഥാനം കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, പറമ്പിൻ്റെ ഒത്ത നടുക്ക് വയ്ക്കണം, ഇച്ചിരി കൂടെ അങ്ങോട്ട് കയറ്റി വെച്ചു. അപ്പം ഞങ്ങൾ ചോദിച്ചു പുല്ലല്ലേ എവിടെയെന്ന് ചോദിച്ചു. അവിടെ ആ ഒരു ഭാഗത്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അത് ക്ലിയർ ആവാത്തത്. അപ്പോൾ പുല്ലല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് വെച്ചു, ശുദ്ധിയായിട്ടുള്ള സ്ഥലമായിരിക്കണം, അത്രേ ഉള്ളൂ, പുല്ല് വളർന്നൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ വിളക്ക് കുഞ്ഞു വിളക്കുമായിരുന്നു. അപ്പം ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് അത് പുല്ലിനകത്ത് വിളക്ക് മുങ്ങിപ്പോയ ഉണക്കൊരു ഫീൽ തോന്നും. അങ്ങനെ ആയിരുന്നില്ല, അത് അത്യാവശ്യം വിളക്ക് കുഞ്ഞായതുകൊണ്ട് പിന്നെ വലിയ പുല്ലല്ലായിരുന്നു, ചെറിയ പുല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുന്നവർക്ക് തോന്നും, പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ അത്ര വലിയ പുല്ലൊന്നും അല്ല അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ പറ്റിയതാണ്.
നമുക്ക് പറ്റുന്നത്ര മാക്സിമം നമ്മൾ വൃത്തിക്ക് ഇട്ടായിരുന്നു. അദ്ദേഹം അവിടെ വയ്ക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മളവിടെ വെച്ചത്. അപ്പം നിങ്ങൾ കാട്ടിൽ വെച്ച് വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെച്ച് വിളക്ക് കത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ സത്യാവസ്ഥയാണ്. നമ്മളല്ലല്ലോ പറയണ്ടേ, ആളല്ലേ അത് ചെയ്യണ്ടേ. പിന്നെ ഈ വൃത്തിയാക്കി ഇടുന്നിടത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പട്ടികളുണ്ട്, ഇഷ്ടംപോലെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കൂടെ. ഇപ്പം അല്ല, വൈകിട്ടൊക്കെ വന്ന് നോക്കി നിറച്ച് പട്ടികളാണ്. അപ്പോൾ വൃത്തിയാക്കി ഇടുന്നിടത്ത് ഫുൾ അവരിങ്ങനെ വൃത്തികേടാക്കിയിടും. അങ്ങനെയുണ്ട്. അപ്പം ചിലപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പറമ്പിൽ അങ്ങനെയൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം പുല്ലിനകത്ത് വെച്ച വൃത്തി അങ്ങനെ നിങ്ങൾ നോക്കണ്ട, അവിടെ വെച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ചത് കേട്ടോ. അതിനെ കുറേ നെഗറ്റീവ് ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ആ നെഗറ്റീവിനെ ഒരിക്കലും ഇതാക്കി പറഞ്ഞല്ല കേട്ടോ. അത് കുഴപ്പമില്ല, കാര്യം അറിയാത്തവരല്ലേ, അവരറിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നതാണെങ്കിൽ പോലും നല്ലൊരു കാര്യമാണ്. കാര്യം ഇനിയൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാമല്ലോ, നോക്കി ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് പച്ചമരുന്നുകളും കൂടെ ഒക്കെ പൊട്ടിക്കണം കേട്ടോ. ഓയിലിൻ്റെ ഇവിടെ നമുക്ക് പച്ചമരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഓയിൽ ഉണ്ടാക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതും കൂടെ പൊട്ടിക്കാം, അതിൻ്റെ കൂടുതൽ കുറ്റിയും കൂടെ നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഗൈസ് വെറുതെ പറമ്പിലോട്ട് വന്നപ്പം ചുമ്മാ പറമ്പൊക്കെ കാണിച്ച് കുറച്ച് ഇത് കൂടെ ഒക്കെ നടന്ന് വിശേഷങ്ങളൊക്കെ കാണിക്കണം എന്ന് തോന്നി. എന്താണ് ആലോചിക്കാൻ? ഇത് വന്ന് വാരിയില്ല, മൊത്തം ഒലിച്ചു പോകും കേട്ടോ. ഇപ്പം നല്ല മഴയാണ്, നമുക്ക് എപ്പോഴും ടൈം കിട്ടുമ്പോൾ വന്ന് 2 ദിവസത്തിനുള്ളിൽ വാരണം. നല്ല മഴ ആയതുകൊണ്ട് മൊത്തം കംപ്ലീറ്റ് ഒലിച്ചു പോകും. ആണോ? അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ തന്നെയാണ്. നിലമ്പറിൻ്റെ ഉണ്ട്, പറിക്കുമോ? ദേ അവിടെ ഇവിടെ ഉണ്ട്, അവരുടെ ആ പറമ്പിലുണ്ട്. നമുക്ക് ഇന്ന് ഓയിൽ ഉണ്ടാക്കേണ്ട ദിവസമാണ് ഗൈസ്. കേട്ടോ, ഞങ്ങൾ അന്ന് വന്ന് ക്ലീൻ ചെയ്തപ്പോൾ ക്ലീൻ ചെയ്തിട്ടോ. ഇവിടെയൊക്കെ നിറച്ച് പുല്ലായിരുന്നു. പക്ഷേ അങ്ങനെ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാട്ടിനകത്ത് കൊണ്ട് വിളക്ക് കത്തിച്ച് നമുക്ക് തോന്നും കേട്ടോ. വേണ്ട ഗൈസ്, നമ്മുടെ കുട്ടി ഇതുണ്ടല്ലോ. പ്ലാനൊക്കെ കംപ്ലീറ്റ് മാറ്റേണ്ടി വരും കേട്ടോ. നമ്മൾ വീടിൻ്റെ പ്ലാൻ കണ്ടതൊക്കെ നല്ല രീതിയിൽ മാറ്റേണ്ടി വരും. ഇവിടെയാണ് കിണർ വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചത് ഞാൻ ഈ നിൽക്കുന്നിടത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വലിയ കോട്ടം തട്ടാണ്ട് വീട് നമ്മൾ പ്ലാൻ ചെയ്ത കണക്ക് തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങോട്ട് കയറിയിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് നമ്മുടെ കിണർ വരിക, ഞാൻ ഈ നിൽക്കുന്നിടത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ പ്ലാൻ, വീട് അവിടെ നിന്ന് വരുമ്പോൾ കിണറെ മുട്ടി നിൽക്കും കേട്ടോ. ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് വീടിൻ്റെ ഫുൾ പ്ലാൻ മാറ്റണം. വിഷ്ണു ചേട്ടനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. വിഷ്ണു ചേട്ടൻ വന്നിട്ട് എന്നിട്ടാന്ന് വെച്ചാൽ പറയട്ടെ എന്ന് വിചാരിച്ചു. ഇതാറ് ഇവിടെ പൈനാപ്പിളൊക്കെ കഴിച്ചിട്ട് ആരോ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മളിങ്ങോട്ടേക്ക് ശ്രദ്ധയൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിട്ട് വന്ന് പോയി. ഇത് കുഴിച്ച് വെച്ചാൽ പിടിക്കുമായിരിക്കുമോ? പിടിക്കുമെന്ന് തോന്നുന്നല്ലേ? നല്ല പൈനാപ്പിളിൻ്റെ ഇത് പിടിക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല. എവിടെയെല്ലാം കുഴിച്ച് വെച്ചിട്ട് പോകാം. പക്ഷെ കുഴിച്ച് വെച്ചെന്ന് കൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളിനിപ്പം ഓരോ പണിക്ക് വരുമ്പോൾ ഇതെല്ലാം ചെത്തി കളയും. ഇനിയിപ്പോൾ കിണറുകാരെന്തായാലും ഈ മാസം പകുതിയോടൊക്കെ കൂടി വരും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് റിങ് ഇറക്കുന്ന ആൾക്കാർ വേറെ ഇല്ല. കുത്തുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ റിങ് ഇറക്കുന്ന ആൾക്കാരില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. നമ്മൾ കുറേ തപ്പി നോക്കിയിട്ടെ ഇവർ തിരക്കാന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ ഇല്ല ഗൈസ്. എന്തിനാ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കിളി പോയ ഉണക്ക്? ഞാൻ പോയി പറിച്ചോണ്ട് വരട്ടെ. എന്തായാലും പറയാനുള്ള എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇത്രയും നേരം പറഞ്ഞു തന്നെ പറയാനുള്ളൂ. ഇത്തിരി ലേറ്റ് ആവും കിണർ പണിക്കാരും അവർ വരുന്നുണ്ടെങ്കിൽ. കാര്യം തിരക്കാണ്, 2 കിണറും കൂടി അവർക്ക് പെൻഡിങ് ഉണ്ട്. ഞാൻ തന്നെ പറഞ്ഞു ഇനിയിപ്പോ വേറെ ആളെ നോക്കണില്ല, ചേട്ടൻ തന്നെ വന്നത് ഞാൻ പറഞ്ഞു. ശരി മോനെ വരാന്ന് പറഞ്ഞു. കാര്യം ഇവിടെ എല്ലാ കിണറുകളും അവർ കുത്തിയേക്കുന്നു. ആ പ്രായമായ മനുഷ്യനാ. ആ ഒരു കിണർ വെച്ച് ബാക്കി ഈ പറമ്പിലെ എല്ലാ കിണറുകളും അവര് കുത്തിയതാ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഫ്രണ്ടിൽ ഒരു കിണറുണ്ട് ചെറുത്, അവര് മോഡൽ മതി. നല്ല ആൾക്കാരാട്ടോ. അവര് ഇട്ടിട്ടൊന്നും പോത്തില്ല. അവര് തന്നെ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വരാം, പക്ഷെ വന്ന് പകുതിയാക്കി ഇട്ടിട്ട് പോകുന്ന സ്വഭാവം നമുക്കില്ല മോനെ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് വന്ന് ചെയ്തുതരാം. നമുക്ക് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അവരവരുടെ സൗകര്യം അനുസരിച്ച് വരട്ടെ, അവരുടെ ബുദ്ധിമുട്ടില്ലാണ്ട്. നമുക്ക് എന്ത് കാര്യമായാലും നമ്മളെ വീട് പണിയിലോട്ട് ചെയ്യുന്നത് മനസ്സറിഞ്ഞ് ചെയ്തു തരണം. അതല്ലാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്ന് അവർ പ്രാഗി വന്ന് ചെയ്യരുത്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരുടെ സൗകര്യത്തിന് വരട്ടെ. പിന്നെ അതേപോലെ തന്നെ അവർ ഇതേപോലെ തന്നെ റിങ്ങിട്ട് നല്ല അടിപൊളിയായിട്ട് വാർത്ത പോകും. 10 ദിവസം മതി എന്ന് പറഞ്ഞാലോ, 10 ദിവസം മതി നമുക്ക് തീർക്കാന്ന് പറഞ്ഞു. ചേട്ടാ മഴ തുടങ്ങുന്നതിന് മുമ്പൊന്നും ചെയ്തു. മഴയാണ് ഗൈസ്, ഇപ്പൊ ഭയങ്കര ചൂടുമാണ് കേട്ടോ. ഇപ്പൊ ഭയങ്കര ചൂട്, വൈകിട്ട് ഭയങ്കര മഴയാ, നല്ല ഇടിവെട്ടും മഴയൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഏകദേശം മഴ പിടിക്കുന്നതിന് മുമ്പൊന്ന് വന്ന് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തട്ടിന്റെയും കൊട്ടിന്റെയും സൗണ്ട് ആണ്. ഇവിടെ ഇലക്ട്രിക് പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പതുക്കെ വിട്ടാൽ പോയേക്കാം. നമ്മളെ ഇങ്ങനത്തെ ഒരു കിണറാണ് കേട്ടോ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കുഞ്ഞു കിണർ, ഇത് കുഞ്ഞിതാട്ടോ, ചെറിയ കിണർ. വെള്ളം നോക്കി നല്ല വെള്ളം അല്ലേ?
വലിയ റിങ്, ഇങ്ങനത്തെ റിങ് ആണ് അമ്മയ്ക്കൊക്കെ ഇഷ്ടം. നമ്മുടെ പറമ്പിന്റെ അപ്പുറത്തെ റിങ് കുഞ്ഞു റിങ്ങാ, അങ്ങനത്തെ വേണ്ട, ഇങ്ങനത്തെ റിങ് വേണമെന്നും പറഞ്ഞ് ഇങ്ങനത്തെ റിങ് ആണ്. ഒരുപാട് ഇറക്കത്തില പോയിരുന്നല്ലേ? 1 2 3 4 5 6 7 വെള്ളം നിൽക്കുന്നത്. 7 കോലൊക്കെ വേണ്ടി വരും നമുക്ക്. ഇത് ഫ്രണ്ടിലെ ആ വീടിന്റെ കേട്ടോ. ഇവിടെ ഒരു ദിവസം ഞാൻ വന്നപ്പോ വലിയൊരു മൂർക്കമ്പാമ്പിന്റെ ഇതേ കൊണ്ട് പടം ഇതിനകത്ത് കിടക്കുന്നത്. അത് പോയിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നെ എന്നാ വലുതായിരുന്നു, ഇത്രയ്ക്ക് വലിയ പാമ്പ്. അത് മൂർക്കനാ. ഞാൻ മൂർക്കനിൽ ഇപ്പോഴും ഉറച്ചു നിക്കാം. നമ്മളത് ആളെ കണ്ടാലും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ആളെ കണ്ടിട്ടില്ല. പാടം കണ്ട എന്താ അതിനകത്ത് പറയാ, പമ്പടം പടം. അത് കണ്ട അറിഞ്ഞൂടി. പടം പൊഴിച്ചിട്ടായിരുന്നു. അതന്നെ ചില പാമ്പുണ്ട്. എന്തായാലും പോയേക്കാ. ആ വെള്ളം എന്റെ വെള്ളല്ലേ? ഇത് വിച്ചുവിന്റെ വെള്ളം, ഇതെന്റെ വെള്ളം. അത് തണുപ്പില്ലാന്ന് തോന്നുന്നത്. അങ്ങനെ മനസ്സിലായി. കണ്ടറിയാം. എന്തൊരു മനസ്സുഖം. കാര്യം ഭയങ്കര ചൂടാണ്. ഒരു രക്ഷയില്ലാത്ത ചൂട്, ഭയങ്കര ചൂടില്ല. ഞങ്ങൾ ഓയിലുണ്ടാക്കാനായിട്ട് ചെമ്പരത്തി പൂ പൊട്ടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇപ്പൊ എവിടെയില്ല കൈസ്, മഴയല്ലേ, അപ്പൊ പൂവെല്ലാം പോവും കേട്ടോ. എന്ത് തരത്തിലുള്ള പൂവായാലും പോകും. ചെമ്പരത്തി പൂവല്ലേ, നമ്മുടെ വീട്ടിലൊന്നും നിറഞ്ഞു നിന്നിരുന്ന പൂവില്ലേ, അതെല്ലാം കംപ്ലീറ്റ് പോയി കേട്ടോ. എന്താ പറ്റിയെന്നറിയില്ല, മഴ ആയതുകൊണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെമ്പരത്തി പൂ പൊട്ടിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. വിച്ചുവിനെ കിട്ടല് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ വിച്ചു ഉള്ള ടൈമിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് അടുപ്പിച്ച് വയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചത്. വെയിലടിച്ച് ഞാൻ കരിഞ്ഞടോ. ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ ടാനൊക്കെ പോകാനുള്ള ക്രീമൊക്കെ തേച്ച് ടാൻ കളഞ്ഞിട്ട് വരും. വർക്ക് പരമായിട്ട് എനിക്ക് വെളിയിൽ ഇറങ്ങേണ്ടി വരും. ഞാൻ കരിഞ്ഞിരിക്കും അല്ലേ? ഇത് തന്നെ അവസ്ഥ. ഞാൻ അല്ലെങ്കിൽ കരിപ്പിക്കും. ഉള്ള വെയിലത്തൊക്കെ ഞാൻ നടത്തിക്കും. എന്തൊക്കെ ഇറങ്ങി പോകുന്ന ഡ്രസ്സെ കൂടെ ഒക്കെ ഒരു കുത്തു കിട്ടി കഴിഞ്ഞാൽ സ്പൈഡർ ഗേളായില്ലേ വണ്ടി. ഇവിടെ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ എന്നെ ഭയങ്കര പരിചയമാണ് ഗൈസ്. നമ്മള് ആ കവറിനകത്ത് ഇടാം. അതിനകത്ത് കുറെ മുട്ടുണ്ട് കേട്ടോ. അത് വെറുതെ പോകണ്ട. എല്ലാവർക്കും പരിചയം എന്ന് പറഞ്ഞ എന്താന്ന് പറയട്ടെ, ഈ സാധനങ്ങൾ പറിച്ചു പറിച്ച് എല്ലാവർക്കും ഇപ്പൊ അറിയാം. മോളെ കൊണ്ട് വെക്കോ, എന്ത് കണ്ടാലും മോളെ കൊണ്ട് വെക്കോ, അത്രേ ഉള്ളൂ. അതിനും വേണം. ഇവിടെ ഇത്ര വർഷം ജീവിച്ചിട്ട് ഇവരൊന്നും ആർക്കറിയില്ല. ഈ 3-4 വർഷം കൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ കയ്യിലെടുത്ത് നട്ട് ഉച്ച സമയം ആവാറായിട്ടുണ്ട് കേട്ടോ. ഈ നടപ്പ് നടന്ന് അമ്മയുടെ നിന്ന് കിട്ടും. അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ വെയിലത്ത് കൂടെ ഇറങ്ങി നടക്കുന്നത്. അമ്മ പറയും എല്ലാം സൂര്യാഘാതമായിട്ട് എന്റെ പൊന്നു പിള്ളേരെ എവിടെ കൊണ്ടുപോകണ്ടെന്ന് ചോദിക്കും കേട്ടോ. പക്ഷെ ഇറങ്ങി നടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര വെയില്, ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയില്. ഇവിടെ വന്നപ്പോ എന്താ ഒരു ചവിട്ടിയ വണ്ടി, എന്തിനാ ഇവിടെ ചവിട്ടിയ? ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഗൈസ് കുളിക്കുന്നത്. നമ്മുടെ വെണ്ണൂർ കനാലാട്ടോ. ഡെയിലി വെള്ളം ഉണ്ടാവും, ഡെയിലി വെള്ളം തുറന്നു വിടും കേട്ടോ. ഇവിടെ ഉള്ളവരെല്ലാവരും ഇവിടെ വന്നിട്ട് അലക്കും കുളിയെല്ലാം. ഞങ്ങൾ വൈകിട്ട് പിള്ളേരെയൊക്കെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും, കുളിച്ചു പോകും കേട്ടോ. ഇത് തന്നെ പരിപാടി. നല്ല രസമാണ് ഗൈസ്. ഒരു അഴുക്കൊന്നും ഇല്ല കേട്ടോ. ഇത് ഡെയിലി വെള്ളം വരുന്ന കനാലാണേ, ഡെയിലി വെള്ളമാണ്. നല്ല സൂപ്പർ വെള്ളം. അതെ, അവിടെ പിള്ളേര് ബണ്ട് കെട്ടിയിട്ട് അവിടെ വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് കുളിക്കുകയാണ്. അപ്പൊ അതാട്ടോ ഇത്രയും വെള്ളം പൊങ്ങി നിക്കുന്നത്. പാർവതീനെ ഇവിടെയാണ് നമ്മൾ നീന്താൻ പഠിപ്പിക്കുന്നത് അല്ലേ? നല്ല വെള്ളമുണ്ട്. ഒന്ന് കാല് കഴുകിയേക്കല്ലേ വന്ന സ്ഥിതിക്ക്. വലിയൊരു സമാധാനം ഇല്ല. അല്ലേ പിള്ളേരെ കൊണ്ട് വരുമ്പോഴേ പിള്ളേരെ എന്നെ സമ്മതിക്കില്ല ഗൈസ് ഇറങ്ങാനായിട്ട്. നല്ല വെള്ളം ഇന്ന് ഭയങ്കര വെള്ളം. എന്റെ പൊന്നെ എന്തൊരു വെള്ളം. ഇത്രയും വെള്ളം നമുക്ക് കിട്ടാറില്ല. സൂപ്പർ. നനഞ്ഞാലും കുഴപ്പമില്ലല്ലേ, പാൻ്റല്ലേ ആവണേക്കോളും. കുളിക്കുന്നില്ല, വർക്കുണ്ട്. പിള്ളേരെ കണ്ടത് സന്തോഷമായില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരവിടെ നിർത്തും. വെള്ളമല്ല കേട്ടോ, അവിടെ പിള്ളേര് ബണ്ട് കെട്ടി വെച്ചേക്കാം, നീന്തുവാണ് ഞങ്ങള്. ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനെ കേട്ടോ, അലക്കുന്നത് കുളിക്കുന്നത്. ഞങ്ങൾ അപ്പുറമായിരുന്നു അലക്കിക്കൊണ്ടും കുളിച്ചോണ്ടിരുന്ന വന്നത്. അപ്പം അവിടെയുള്ള അമ്മൂമ്മമാരൊക്കെ അവിടെയാണ് അലക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. എന്റെ ടൗസറാണെങ്കിൽ ഞാൻ ഇറങ്ങി കുളിച്ചാനായിരുന്നു. നല്ല നിറച്ച് വെള്ളമുണ്ട്, ചുറ്റമായ വെള്ളം. വെള്ളമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് എല്ലാ ദിവസവും അടിച്ച് പറഞ്ഞ വെള്ളം ഡെയിലി അടിക്കും ഇവിടെ. അപ്പൊ അങ്ങനെ ഇത്രയും വെള്ളം ഉണ്ടായിട്ടുണ്ട്. നനഞ്ഞു പിഴിഞ്ഞിട്ട് കയറിയാ വണ്ടിയിലേക്ക്. വണ്ടിയിലാ അങ്ങനെ പറയില്ല. അങ്ങനെ പറയും. അമ്മ തുടരൂ, താങ്കൾ എവിടേക്കാണെന്ന് നോക്കിയത്? മാങ്ങ ചെല്ലു. അവിടെ മാങ്ങപ്പഴം ഉണ്ട്. ഇവിടെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു അമ്മൂമ്മ ഉണ്ട്. അമ്മൂമ്മ നമ്മളായിട്ട് കമ്പനിയാണ്. മിക്ക ദിവസം ഇവിടെ വന്നിട്ട് വർത്തനം പറയും കേട്ടോ. പാർവതി ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ഇവിടുന്ന് ചാടും അല്ല അവിടുന്ന് ചാടും. അതിനൊരു പേടിയില്ല. അതിനൊരു പേടിയില്ലാത്ത സാധനം. ബാക്കിയുള്ള 2 ഭയങ്കര പേടിയാ.
മാങ്ങയൊക്കെ കിട്ടിയ ഒരാൾ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ കഴിക്കാനായിട്ട്. അതെന്തിനാ? അതെ 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 അതെ. ആ ഇത് ചപ്പിക്കുടിയനല്ലേ? നമ്മുടെ വീട്ടിൽ മാങ്ങില്ല, ചക്കുണ്ട് ഇഷ്ടം പോലെ. മാങ്ങില്ല. കോട്ടവാതില് നല്ല മാങ്ങയാണോ? നിന്ന് കലക്കാണ് ഗൈസ്. ഇത് ആ ചേട്ടനോട് വർത്താനം പറയുന്നുണ്ട്. ആള് നമുക്ക് മാങ്ങ ഇവിടെ കൊണ്ട് വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട് നല്ല മനുഷ്യർ. ചിലര് മാങ്ങ പൊട്ടിക്കുന്ന ചീത്ത പറയും. ആർക്കും കൊടുക്കൂല, അവരോട്ട് തിന്നൂല. പക്ഷെ ഇങ്ങനെയും നല്ല മനുഷ്യരുണ്ട് കേട്ടോ. ആള് കൊണ്ടുവയ്ക്ക എന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറയാം, മക്കളെ നിങ്ങൾ ഇവിടെ വെച്ചാൽ ഇവിടെ കിട്ടുമോ ആവോ കാര്യം. ഇവിടെ ഒരുപാട് ആൾക്കാരാണ് കുളിക്കാൻ വരുന്നതെന്ന്. വെള്ളം കയറി തുടങ്ങിയല്ലോ വിച്ചു, പൊങ്ങി തുടങ്ങി. വെള്ളം നിറഞ്ഞു പോകും കേട്ടോ ചില ദിവസമൊക്കെ, ഭയങ്കരമായിട്ട് നിറഞ്ഞു പോകും. നിറച്ചു വെള്ളം വരും. കൊള്ളാം, വാ പോവാം. നമുക്ക് കുറേ മാങ്ങ കിട്ടി കേട്ടോ. മാങ്ങ ഞാൻ കാണിക്കാവേ. അവിടെ പോയി പിറക്കി കൈസ്. നമ്മൾ പിറക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ അമ്മൂമ്മയോട് ചോദിച്ചപ്പോൾ അമ്മൂമ്മ വേണ്ടത് പറയിക്കൊണ്ട് പോക്കോളാൻ പറഞ്ഞിട്ടുണ്ടേ. ഇത്രയും കിട്ടി കേട്ടോ. നല്ല മാങ്ങയാണ് ഇതേ, നല്ലൊരു സ്മെല്ലും അല്ലേ. അടിപൊളിയാണ്, അടിപൊളി. പോയേക്കാം പോയേക്കാം. എനിക്ക് മാമ്പഴം കുട്ടികളെ കറി എന്തൊരു ഇഷ്ടമാണ്. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കാണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമല്ല മധുരക്കറി. ഏടാ വാടാ, വീട്ടിൽ പോവാടാ. വീട്ടിൽ ചെന്ന് നമുക്ക് മുറിച്ച് കഴിക്കാം. ഷോ എന്തൊരു കഷ്ടാന്ന് നോക്കിയ ദൈവമേ. ഞാനിവിടെ കൊതി വിട്ട് നിക്കാ വിച്ചു. പക്ഷെ ഒരു കാര്യണ്ട്, എറിഞ്ഞവനത് മര്യാദക്ക് എറിഞ്ഞിരുന്നെങ്കിൽ 2-3 മര്യാദക്ക് കിട്ടിയാനെ. വാ കുഴപ്പമില്ല. ചേട്ടൻ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അത് മൂവാണ്ടനാട്ടോ. മൂവാണ്ടൻ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു. നമ്മളെല്ലാ വർഷവും മാങ്ങയാണല്ലോ വിച്ചോ കാശ് കൊടുത്ത് മേടിക്കുന്നത്. അമ്മാതിരി മേടിക്കും കൈസ്. മാങ്ങ മാത്രം എന്തോരം തിന്നാലും കൊതി മാറാത്തൊരു സംഭവമാട്ടോ വീട്ടില്. പോണ്ടേ ഇതിലത്ത് നിന്ന് കരിഞ്ഞ കൈസ്. ഇത് ഇവിടെ തിന്നുകൊണ്ട് നിൽക്കാട്ടോ വരാണ്ട്. പണി നോക്കും മാങ്ങ തിന്നാണ്ട് എന്നോട് വണ്ടി ഓടിക്കാൻ. എന്നിട്ട് മാങ്ങ ഇത് ഭയങ്കര ടേസ്റ്റാ കൈസ്. എന്നിട്ട് ചപ്പിക്കുടിയനല്ല, അങ്ങനെ എന്തോ ഒരു സൈസാണ്. പക്ഷെ എന്റെ തോലിലാണ് ടേസ്റ്റ്. വലിയ സൈസ് തോല് കാണിച്ച്, തോലിലാണ് കൈസ് ടേസ്റ്റ്. അടിപൊളി കേട്ടോ. എനിക്ക് ദശ വരുന്ന കണ്ടോ, കാണുന്നുണ്ടോ? ഇരുട്ടാണോ? ഇങ്ങനെ മാണ്ടി പറിച്ചും എടുക്കണം. അടിപൊളി മധുരമാ അല്ലേ? ഇതിപ്പോ എറിഞ്ഞിട്ടാ. നമുക്കൊന്നും വീട്ടിൽ കൊണ്ട് കുഴിച്ചു വെക്കാം. എനിക്ക് എന്റെ തൊലിയിൽ നോക്കി എന്തോരം കാമ്പുണ്ടെന്ന് കണ്ടാ. ഇത് വേണ്ടല്ലോ എന്നോട്ടെ. 2 മാങ്ങ നിന്ന് പല്ലിനിടല നാരും കളഞ്ഞ് വരുന്നുണ്ട് ഗൈസ് ആശാൻ. അതാണ് കുഴപ്പം. ചപ്പിക്കുടിയ മാങ്ങ പല്ലിന്റെ ഉള്ളിൽ നാര് കയറും. അത് കളയാനായിട്ട് 1/2 മണിക്കൂർ വേണം. ഞാൻ തിന്നോ കളിച്ചു നിൽക്കാം. ഞാൻ തണ്ടേ പാതി വഴിക്ക് ഇറക്കിയിട്ട് എന്നെ കാണുന്നുണ്ടോ? ഭയങ്കര ഇരുമിച്ചായിരിക്കുമല്ലോ. ഇവിടെ മരങ്ങളാണ് കേട്ടോ ഫുള്ള്. നമ്മുടെ പറമ്പിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെയാണ്. അപ്പം ഇവിടെ ഇറങ്ങി കേട്ടോ. പോസ്റ്റ്മാൻ എന്തോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വിച്ചു അങ്ങോട്ട് പോയപ്പോൾ കുപ്പി താഴെ പോയി. അതെടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാൾക്ക് പോയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കൊറിയർ അയക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിന് ചക്ക കൂട്ടി കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ പോയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ തന്നെ വീടെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഇന്ന് ആരും ഇല്ല കേട്ടോ. അതുകൊണ്ടൊരു ശോകമുഖമാണ്. പൂഞ്ചോലയുണ്ട്. പൂഞ്ച ഇപ്പം അമ്മയുടെ അടുത്താണ്. അമ്മയുടെ അടുത്ത് പോയി വിളിച്ചിട്ട് വരണം കേട്ടോ. അവളെ പൂച്ചയാണ് നമ്മുടെ കാറിൻ്റെ അകത്തൊക്കെ കയറി ആകെ കുളമാക്കിയിട്ട് ഇന്ന് കാറിൻ്റെ കവറൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാ കൊറിയർ വന്നിരിക്കുന്നത്? ഞാനടുത്ത് എന്തിട്ട് സാധനം പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് കൊറിയർ വന്നതെന്ന് വിചാരിച്ചിട്ടോ. അച്ഛൻ്റെ മരുന്നാണെന്ന്. കരിഞ്ഞിരിക്കുന്ന വിഷ്ണുവാൻ പോകും. വെയിലടിച്ചാൽ അങ്ങനെയാണ് കൈസ്. അപ്പോൾ നമ്മൾ വേണ്ട നമ്മുടെ പുതിയ സോഫയിൽ, ഞാൻ സോഫയിലായിട്ടില്ല കേട്ടോ, വിച്ചുവിൻ്റെ മടിയിലാണ് കൈസ് ഇരിക്കുന്ന. കാര്യം എൻ്റെ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വൈൻഡപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടും കൂടി വൈൻഡപ്പ് കൊടുക്കാൻ ഡിക്കും തുറക്കട്ടെ വിചാരിച്ചിരിക്കല്ലേ. വണ്ടിയുടെ ഡിക്കി അമ്മൂന് കൊടുക്കൂല, ഞാൻ ഒറ്റയ്ക്ക് പോവാ. ഒരെണ്ണം കഴിച്ച് ഞാണ്ടല്ലോ കൊടുക്കാണ്ട് തീരുമാനമായി. ഇന്നലെ എന്തോ കാര്യം ഞാൻ നടക്കേണ്ടി വരും. എന്തോ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ജീവനോടെ വെച്ചേക്കണം നമ്മൾ ആരോ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ കാര്യം പറഞ്ഞപ്പോ എന്നെ കളിയാക്കാൻ കണ്ടിപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ജിമ്മിൽ നിന്നാന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ ഗായ്സ് ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. അതൊന്നും സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. മാളയ്ക്ക് പോകുമ്പോൾ എപ്പോഴും ഈ മാള തന്നെയല്ലേ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്ന പല കാര്യങ്ങളും നമ്മൾ കാണിക്കാത്തത്. അപ്പോൾ സോഫയൊക്കെ മേടിച്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു, അതിൽ സന്തോഷമുണ്ട്. ഞാൻ വിച്ചുവിൻ്റെ കാലിൽ നിന്ന് വിച്ചുവിന് വേന എടുക്കണ്ട, സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ സോഫ കവറൊക്കെ മേടിച്ചിടണമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. TV ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ TV അവിടെ അയ്യോ അത് ടാസ്ക് പാടാ. TV ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന കണക്ക് തന്നെ മതി എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാര്യം പിള്ളേരുണ്ട് കൈസ്, പിള്ളേര് എന്തെങ്കിലും ഒന്നും പറ്റി നമ്മൾ ഇത്രയും രൂപ മേടിച്ച് കൊടുത്തു വെച്ചേക്കുന്ന TV സാധനമല്ലേ അല്ലേ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒതുങ്ങിന്നുള്ളൂ, ഇങ്ങോട്ട് വലിയ കേട്ടൊക്കെ ഇല്ല. അവര് അത് കൂടുള്ള പരിപാടിയാണ്. 3 പേരും അറിവുള്ള പ്രായമല്ലല്ലോ. പൂഞ്ചയ്ക്ക് പിന്നെ ഇച്ചിരി കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവൾ ഇവിടുമാരോടെ കൂടുമ്പോഴത്തേക്ക് അവരെക്കാളും കുഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ആലോചിച്ച് തീരുമാനിച്ച് ഇതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ കളർ ചേഞ്ചിങ് ഒക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഈ കളറിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാര്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിന് എടുത്തോട്ടെ, അമ്മ മേടിച്ചതാണ്, അമ്മയുടെ ഇഷ്ടത്തിന് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് അമ്മ പറയുന്നത് പിള്ളേരല്ലേ, നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം, ഇതൊക്കെ തന്നെ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, ഇച്ചിരി ചെളിയൊക്കെ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ, അവരോടും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു ഗായ്സ്, കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. പിന്നെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട്